ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു കാറിൻ്റെ സ്റ്റീരിയോ, പഴയ സ്റ്റീരിയോ, ബ്ലൂടൂത്ത് ഇല്ലാത്ത സ്റ്റീരിയോയിൽ നമ്മൾ എങ്ങനെ ബ്ലൂടൂത്ത് സെറ്റ് ചെയ്യാമെന്നുള്ളതാണ് ഈ വീഡിയോയിൽ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. ഇത് ബ്ലൂടൂത്ത് ഇല്ലാത്തൊരു പഴയ നോർമൽ വലിയ കൂടിയൊന്നുമല്ല, സാധാ സ്റ്റീരിയോ ആണിത്. ഇതിൻ്റെ അകത്ത് നമ്മൾ ബ്ലൂടൂത്ത് സെറ്റ് ചെയ്യുകയാണ്. അതിന് വേണ്ട നമ്മൾ മുമ്പ് പരിചയപ്പെടുത്തിയ ബ്ലൂടൂത്തിൻ്റെ മൊഡ്യൂളാണ് നേരത്തെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. അതിൻ്റെ എങ്ങനെയൊക്കെയാണ് അതാണ് നമ്മൾ ഈ സ്റ്റീരിയോയുടെ അകത്ത് സെറ്റ് ചെയ്യുന്നത്. നമ്മൾ കാറിന് സ്റ്റിയറിംഗ് മൊത്തം ഊരി എടുത്തിട്ട് അതിൻ്റെ അകത്ത് ഔട്ടർ കേസ് ഊരിയിട്ട് നമ്മളകത്താണ് ഈ മൊഡ്യൂൾ സെറ്റ് ചെയ്യുന്നത്. ഇത് കണക്ട് ചെയ്യേണ്ട നമുക്കതിന് വേണ്ടത് ഒരു പവർ സോഴ്സ്, അതിന് ഒരു 5 വോൾട്ടേജും, പിന്നെ ഈ ഓഡിയോ ഔട്ട് വരുന്ന ബ്ലൂടൂത്ത് റിസീവറിൻ്റെ ഓഡിയോ ഔട്ട് ഇതിൻ്റെ അകത്ത് നമ്മൾ ഇന്നായിട്ടും കൊടുക്കുകയാണ് ചെയ്യുന്നത്. നമുക്ക് ഓക്സ് വഴി കൊടുക്കുകയാണ് ചെയ്യുന്നത്, അല്ലാതെ വേറെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടൊന്നും ചെയ്യേണ്ട. ഓക്സ് വഴി കൊടുക്കാം. അതിന് വോൾട്ടേജ് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു IC ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. 12 വോൾട്ടിനെ 5 വോൾട്ടിലോട്ടാക്കാൻ വേണ്ടിയുള്ള IC 7805 എന്ന് പറയുന്നത് വോൾട്ടേജ് റെഗുലേറ്റിംഗ് IC ആണ്. ഒന്നുമില്ല, 3 കാലും, ആദ്യത്തെ ലെഗ് ഇന്ന്, നടുക്കത്തെ ഗ്രൗണ്ട്, റൈറ്റ് സൈഡ് ഏറ്റത്ത് വരുന്നത് ഔട്ട്. അങ്ങനെയാണ് ഇതിൻ്റെ പിൻ ഡയഗ്രാം. നമ്മൾ ഇതിൻ്റെ അകത്ത് ഓക്സ് വരുന്നതും പിന്നെ USB-യിൽ 5 വോൾട്ടും വരുന്നുണ്ട്. പക്ഷെ അതിൽ നിന്ന് കൊടുത്തിട്ട് നമ്മൾ കീ ലോക്ക് ചെയ്തില്ലെങ്കിലും, കീ നമ്മൾ ലോക്ക് എടുത്താലും കീ ഇല്ലെങ്കിലും ഇതിൻ്റെ അകത്ത് ചെറിയ സപ്ലൈ വരുന്നുണ്ട്. അപ്പോൾ എപ്പോഴും ബ്ലൂടൂത്ത് ഓണായി കിടക്കും. അതുകൊണ്ടാണ് നമ്മൾ പ്രത്യേക ഒരു IC വെച്ച് കൊടുത്തത്. അത് എങ്ങനെ വേണമെങ്കിലും കൊടുക്കാം. വോൾട്ടേജ് 5 വോൾട്ട്. നമ്മൾ ബ്ലൂടൂത്ത് ഓഡിയോ റിസീവറിൻ്റെ ഔട്ട്പുട്ട് വരുന്ന ഓഡിയോ എടുത്ത് ഇതിൻ്റെ ഓക്സിലാണ് കണക്ട് ചെയ്യുന്നത്. നമ്മൾ വയർ വെച്ച് സോൾഡർ ചെയ്ത് ന്യൂട്രലും ലെഫ്റ്റും റൈറ്റും കറക്റ്റ് ചെയ്ത് നമ്മൾ സോൾഡർ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഓക്സിലിടുമ്പോൾ ബ്ലൂടൂത്ത് പ്ലേ ആവും. ഇതിൻ്റെ അകത്ത് എല്ലാം മാർക്ക് ചെയ്തിട്ടുണ്ട്. ബോർഡിൻ്റെ അകത്ത് ലെഫ്റ്റും ന്യൂട്രലും റൈറ്റും. നമ്മൾ പവർ സപ്ലൈ കൊടുത്തത് IC വെച്ച് കൊടുത്തോണ്ട് ഇന്ന് നേരെ പ്ലസ് 12 വോൾട്ട് കാറിൻ്റേത്. അപ്പോൾ അതിൽ നിന്ന് നേരെ IC-യിലോട്ട് അത് കൊടുത്തിട്ട് ആദ്യത്തെ ലെഗ് പ്ലസ് കൊടുക്കും, നടുക്കത്തത് ന്യൂട്രലും, മൂന്നാമത്തെ ലെഗ് ഔട്ട്പുട്ട് 5 വോൾട്ടും വരും. ന്യൂട്രൽ ഇന്നും ഔട്ടും എല്ലാം ആ ഒരു നടുക്കത്തെ ലെഗിൽ നിന്ന് തന്നെ എടുക്കുന്നത് ന്യൂട്രൽ. അങ്ങനെ എടുത്ത് കണക്ഷൻ കൊടുത്താൽ മാത്രം മതി, വേറെ ഒന്നും പ്രത്യേകിച്ചൊന്നും ചെയ്യേണ്ട. വോൾട്ടേജ് 5 വോൾട്ടിലോട്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ ഓക്സ് ഇടുമ്പോഴത്തേക്ക് ബ്ലൂടൂത്തിൻ്റെ ഓഡിയോ അതിൻ്റെ അകത്ത് ഒന്ന് ആംപ്ലിഫൈ ചെയ്ത് നമുക്ക് കേൾക്കാം. ഓഫ് ചെയ്യുമ്പോഴും നേരത്തെ ഈ ഓഫ് ചെയ്ത് കഴിയുമ്പോൾ USB-യുടെ ഇതിൽ നിന്ന് പവർ എടുത്തപ്പോൾ ആവുന്നില്ലായിരുന്നു. അങ്ങനെ നമ്മൾ ഈ IC വെച്ച് കൊടുത്തത്. പല സ്റ്റീരിയോയിലും പല രീതിയിലായിരിക്കും. നമ്മൾ സാധാരണ രീതിയിൽ സിസ്റ്റം ഓൺ ചെയ്ത് മോഡ് മാറ്റി ഓക്സിലിടുക. അല്ല, ബ്ലൂടൂത്ത് ആയിട്ട് ഓപ്ഷൻ നമുക്ക് ഇതിൻ്റെ അകത്ത് ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ഓക്സിലോട്ട് ഇടുകയാണ്. ഓക്സ് ഇടുമ്പോൾ ഓൾറെഡി അവിടെ ബ്ലൂടൂത്ത് അത് എപ്പോഴും ഓണായി കിടക്കും, അത് കുഴപ്പമില്ല. എന്നിട്ട് നമ്മൾ ഫോണിൽ സാധാരണ സെർച്ച് ചെയ്ത് ബ്ലൂടൂത്ത് ഏതാണെന്ന് വെച്ചാൽ പേര് സെർച്ച് ചെയ്ത് ബ്ലൂടൂത്ത് ഇടുക. അപ്പോഴത്തേക്കും ഫോണും അതിനകത്തെ ബോർഡുമായിട്ട് കണക്റ്റഡ് ആയിരിക്കും. നമ്മൾ പാട്ട് പ്ലേ ചെയ്യുകയാണത്. സാധാ ബ്ലൂടൂത്തിൻ്റെ കണക്ക് നമുക്ക് ഫോണിലും വോളിയം കൺട്രോളും ചെയ്യാം, സ്റ്റീരിയോയിലും നമുക്ക് വോളിയം കൺട്രോൾ ചെയ്യാവുന്നതാണ്. വീഡിയോ ഇഷ്ടമായി തീർച്ചയായും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക.